ശാന്തമ്മ ചേച്ചിയില്ലേ, അവർ ആദ്യത്തെ പശു മറ്റേ മരിച്ചു പോയില്ലേ, അപ്പം ഇന്നാങ്ങണ്ട് അവരൊരു പുതിയ പശുവിനെ മേടിച്ചോണ്ട് വന്നെന്ന്. അപ്പം ആ പഴയ പശുവിനെ ഞാനല്ലേ കറന്നുണ്ട്, അതാണ് അവർക്ക് എന്താ ഐശ്വര്യമൊന്നോ കാര്യമൊന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ്. അപ്പം ഇന്ന് ആ പശുവിനെ കറന്നൊക്കെ തുടങ്ങാന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ പശുവിനെ കറന്നിട്ട് ഞാൻ വരാൻ കേട്ടോ. അപ്പം നീ പിള്ളേരെ അവരെയൊക്കെ കാര്യം കേട്ടാൻ നിർത്തിക്കണം, എല്ലാവരും കാണാം അല്ലേ വേണ്ട ശരി പയ്യ. ശാന്തമ്മ ചേച്ചി, ശാന്തമ്മ ചേച്ചി, ആ കറക്കാനുള്ള പാത്രം ഇങ്ങോട്ട് എടുത്താണ്. നീ എന്തൊക്കെ കഴിയുന്നു? ഞാൻ കറക്കാൻ വന്ന പശുവിനെ കറക്കാനോ? നീ പശുവിനെ കറക്കണ്ട. നിന്നോട് നീ ഉദ്ഘാടനം കഴിയാത്ത പശുവിനെ കറക്കാൻ ശാന്തമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞു പശുവിനെ കറക്കാൻ. ശാന്തം വേണോ തീരുമാനിക്കുന്നത്? ഞാനല്ലേ ഇവിടെ തീരുമാനിക്കുന്നത് പശുവിനെ കറക്കണ്ടെന്ന്. അത് മാത്രമല്ല, നീ എന്റെ പശുവിന്റെ അകിടെ നോക്കരുത്. നീ കരിങ്കടനാണ്. നീ നോക്കിയാ എന്റെ പശുവിന്റെ അകിട് കരിഞ്ഞു. അകിട് നോക്കാതെ കറക്കും. അകിട് നോക്കാതെ നീ ഞാൻ കറക്കിയാൽ മതി. കണ്ണു കെട്ടി കറക്കണം. കണ്ണു കെട്ടി കറങ്ങാൻ ഇതെന്തോന്ന് മരണക്കിണറിൽ വണ്ടി പിടിക്കും. നീ എന്നെ പരിഹസിക്കാൻ വന്നാണ്? അല്ലല്ല. ശാന്തമ്മ ചേച്ചി, നീ വേണം. നീ ശാന്തമ്മ ചേച്ചി, എന്തോ ഇവിടെ പ്രശ്നം? എന്തോന്ന് ഇവിടെ ഒരു ബഹളം? അവൻ പശു ഞാൻ പശുവിനെ കറക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നു ചോദിക്കപ്പോ അവരോട് ഞാൻ പറഞ്ഞിട്ടല്ലേ അവൻ വന്നത്. പശുവിനെ കറക്കണ്ടേ? പാല് കറക്കണ്ട, നീ കറക്കണ്ട. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം, ഈ പശുവിന് എനിക്ക് എന്തോ സംശയം. നിനക്ക് സംശയം ഉണ്ടല്ലേ? ഈ പശുവിന്റെ കാര്യത്തിൽ എനിക്കുണ്ടോ സംശയം? എനിക്ക് സംശയമില്ല. പക്ഷെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്താ തീരുമാനം ഉണ്ടാകും? ഞാൻ 10-25 എനിക്ക് പശു. നീ ഇപ്പൊ തുണി മാറ്റോ? തുണി മാറ്റി ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. ചേച്ചി, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കാള. നിങ്ങളെന്നെ പറ്റിച്ചല്ലേ? എന്ത്? നിങ്ങളെന്നെ പറ്റിച്ചല്ലേ ഒരു കാളയും കൊണ്ട് വന്നിട്ട്? ഞാൻ അങ്ങനെ നിന്നെ പറ്റിക്കോ? പറയട്ടെ, ഇതൊരു ലക്കി കാളയാണ്. എന്ത് കാള? ലക്കി കാള. നക്കി കാളയല്ല, ലക്കി കാള. ഈ കാള എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമുള്ള കാളയാണ്. ഇത് ആദ്യം വാങ്ങിച്ച ആളില്ലേ, ഏതോ ഒരു അംബാനി എന്ന് പറഞ്ഞ ആളാണ്. ഈ കാളയെ മേടിച്ചതും അയാൾക്ക് വെച്ചടി ബിസിനസ്സിൽ കയറ്റമായിരുന്നു. ഇപ്പൊ എന്തോരം സ്ഥാപനങ്ങൾ അങ്ങേർക്കുള്ളത്. രണ്ടാമത് മേടിച്ചത് ആസിഫ് അലി അല്ലല്ലേ, ഈ മുലുമാളിന്റെ യൂസഫ് അലി. അദ്ദേഹമാണ് രണ്ടാമത് ഇതിനെ മേടിച്ചത്. ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ഇപ്പൊ നോക്കിയാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം അങ്ങനെയാണ്. ഈ കാളെ മേടിച്ചോണ്ടാണ്. ഇപ്പൊ മൂന്നാമത് മേടിച്ചേക്കുന്ന ആരാണ്? ഈ ഞാൻ. നമുക്കിനി എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ശരിയാ, ഭയങ്കര ഭാഗ്യമാണ്. ഇത് ലക്കി കാളയാണ്. ഭാഗ്യത ഇപ്പൊ ഇവിടെ വന്ന് നിക്കണേ. ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് ഭാഗ്യമാണ്. ഞാനേ നിങ്ങളെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിൽ പോകാൻ പോണ്. ഇങ്ങനെ ഒരു മുഴു കുടിയന്റെ കൂടെ എനിക്കിനി ജീവിക്കണ്ട.